വന്ന് വീട്ടിൽ കൊണ്ടുത്തരുന്ന മീനിന്റെ അവസ്ഥ വളരെ ശോകമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ കാരണം കടലിപ്പൊക്കൊന്നും നടക്കുന്നില്ലെന്നാണ് മീൻകാരൻ ചേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മീൻ കിട്ടണമെങ്കിൽ ചന്തയിൽ തന്നെ പോകണം. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയേക്കുന്നത് നല്ല അടിപൊളി മത്തിയാണ് കേട്ടോ. നല്ല നെയ്മത്തിയാണ്, നല്ല കുഞ്ഞു പലിഞ്ഞിനൊക്കെയുള്ള അടിപൊളി മത്തിയാണ്. അപ്പുറത്തിരുന്ന് മീനെല്ലാം വെട്ടിക്കഴുകി ക്ലീനാക്കി തന്നത് നമ്മുടെ അമ്മയായിരുന്നു കേട്ടോ. അങ്ങനെ കറി വെക്കാനും വറക്കാനുള്ളത് രണ്ടും രണ്ട് പാത്രത്തിലോട്ടാക്കി. അപ്പോൾ നെയ്യുള്ള മത്തിയാകുമ്പോൾ മുളകിട്ട് മീൻ കറി വെക്കുമ്പോഴായിരിക്കും കൂടുതൽ സ്വാദം കരുതിയിട്ട് ഇനി അങ്ങനെ വെക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തതും പച്ചമുളകും നല്ല പച്ചക്കുടപ്പുളിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നല്ല പോലെ ഒന്ന് തിരുമ്മി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അത് നമുക്ക് വിറകടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും വറക്കാനുള്ള മീൻ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറുത്ത് കോരി മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ പച്ചക്കുടപ്പുളി ഇട്ട് വെച്ചിട്ടുള്ള മീൻ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും കേട്ടോ. അങ്ങനെ ആ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നമ്മുടെ പനിനീനും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ മീൻ കറിയും മീൻ വറുത്തതും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഉപ്പേരിക്കുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ടലാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ആകെ ഉണ്ടായിരുന്നത് ഒരു കഷ്ണം മത്തങ്ങയായിരുന്നു. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും മത്തങ്ങ ഒരുവിധം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഉള്ളിയും മുളകൊക്കെ കാച്ചിയെടുത്ത് ഒരു മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മത്തങ്ങ പയർ എരിച്ചതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം എന്താ ഉള്ളിയൊക്കെ മൊരിയിച്ച് അതിനകത്തോട്ട് ചതച്ച മുളകൊക്കെ ചേർത്ത് അതും കൂടി നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ടിട്ട് ഇളക്കി ചേർത്തെടുക്കുന്ന നല്ല കിടിലനൊരു മത്തങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഇവിടെയുള്ളവർക്ക് എന്തിനേക്കാളും പ്രിയം മത്തങ്ങ ഇതേപോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പിൽ ഇപ്രാവശ്യം നല്ല മത്തൻ വള്ളി അങ്ങോട്ട് പടർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല പാകമായിട്ടുള്ള ഇലകളൊക്കെ നോക്കിയിട്ട് അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷമാണ് മത്തനില ഇതേപോലെ പിച്ചെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് നാളികേരം ചെറുക്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണയിലോട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഈ നാളികേരം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മത്തനില കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് അന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കിടിലിനൊരു തോരൻ കൂടി തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മത്തി വറുത്തതും പരിഞ്ഞീനും അതുപോലെ തന്നെ മത്തനില കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തോരനും മത്തങ്ങ മെഴുക്കുവരട്ടിയും പിന്നെ നല്ല പച്ചക്കൊടുപ്പുളിയും കൂടി ചേർത്ത് മുളകിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള നല്ല കിടിലനൊരു മത്തിക്കറിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയൂണിൻ്റെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂട്ടി നല്ലൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.